വാചകമാണ്. ഈ ഒരു പോസ്റ്റാണ് ഞാനിട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷേ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ പേളിമാണി എയറിലായിരിക്കുകയാണ് അല്ലേ. അതുപോലെ ഡൽഹിയിൽ നടന്ന ആ ഇഷ്യൂസിൻ്റെ ആ നീറ്റ് എക്സാമിൻ്റെ ആ ഒരു ഇതിന് പേളിമാണി മക്കളെ പറഞ്ഞ ഇതിന് അത് നെഗറ്റീവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ടാണ് പുള്ളിക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞതല്ല, അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരണമായിട്ട് വന്നതാണ്. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കില്ലേ, അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരി ആ സമയത്ത് തന്നെ അത് ഒരുപാട് വൈറലായി. അതും വൈറലാകുക മാത്രമല്ല, അത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് പുള്ളിക്കാരിക്ക് വരികയും ചെയ്തപ്പോൾ അതും പോരാഞ്ഞിട്ട് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് പുള്ളിക്കാരിക്ക് പോയി. ഇൻസ്റ്റാഗ്രാമിലും FB-ലൊക്കെ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊക്കെ പോവുകയും ചെയ്തു. അപ്പോഴേക്ക് തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഈ കമൻറ്റ് വരുന്നവരുടെ കമൻറ്റ് സെക്ഷൻ എല്ലാം ഓഫാക്കി വെച്ചു. കുറേ പേരെ മെസ്സേജ് അയക്കുന്ന കുറേ പേരെ പുള്ളിക്കാർ ബ്ലോക്കാക്കി വെച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ അതൊരു ക്ലാരിഫിക്കേഷൻ പറയണമായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് എല്ലാ പരിപാടിയും എല്ലാം കഴിഞ്ഞു. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. പുള്ളിക്കാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. പുള്ളിക്കാർ വേറെ എന്തൊക്കെയാണ് വിചാരിച്ചത്, ആ മക്കൾക്ക് നീതി ലഭിക്കില്ല, ഡൽഹിയിലെ നീറ്റ് എക്സാം എഴുതിയ ആ കുട്ടികൾക്ക് നീതി ലഭിക്കില്ല, അതുപോലെ തന്നെ പ്രധാനമന്ത്രി BJP-യുടെ കൂടെ ആയിരിക്കും എല്ലാവരും എന്നുള്ള തോന്നലാണ് പുള്ളിക്കാരി അങ്ങോട്ട് കാച്ചി വിട്ടത്. പക്ഷേ എല്ലാം തെറ്റി. ആ പിള്ളേർക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആക്ടേഴ്സും അതുപോലെ ജാൻമണി, രഞ്ജിനി ഹരിദാസ്, പിന്നെ പ്രകാശ് രാജ്, അങ്ങനെ എനിക്കിപ്പോഴേ അത്രയും പേര് വരുന്നുള്ളൂ. അതുപോലെ കുറേ പേര് ആളുകൾ വന്ന് ആ മക്കൾക്ക് വേണ്ടി പൊരുതിയ ആളുകളാണ്. അപ്പോൾ അതിനിടയിലാണ് ഇവളുടെ ഇങ്ങനെ ഈ പേളിമാണിൻ്റെ ഇങ്ങനെ ഒരു കമൻറ്റ്. നല്ലത് പറഞ്ഞവരെ കൊണ്ട് തന്നെ വെറുപ്പിക്കാൻ ഒരു നിമിഷം മതി, അതുപോലെ തന്നെ വെറുപ്പിച്ചവരെ കൊണ്ട് നല്ലത് പറയാനും ഒരു നിമിഷം മതി അല്ലേ. ജാൻമണി ചെയ്ത അവിടെ പോയി സഹായം ചെയ്ത ആ ഒരു വ്യക്തി, ജാൻമണിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ജാൻമണിനെ ഒരു നിമിഷം കൊണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ജാൻമണിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്യുമല്ല ഞാൻ, പക്ഷേ പ്രധാനമന്ത്രി അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ ഒരു ഇത് പരാമർശിച്ചതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും നമ്മുടെ അത് ഏത് പാർട്ടിയാണെങ്കിലും നമ്മളുടെ CM അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ബഹുമാനം കൊടുക്കണം, അത് ഏത് പാർട്ടിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമണി ആ പറഞ്ഞതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അപ്പം ആ ഒരു ഇത് എന്താണെങ്കിലും ജാൻമണി പറഞ്ഞത് തെറ്റായിപ്പോയി. അത് പിന്നെ പുള്ളിക്കാരി മാപ്പൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പേളിമാണിക്ക് 2 ലക്ഷം പേര് ഫോളോവേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണിക്ക് അത്രയും അധികം ഫോളോവേഴ്സ് കൂടുകയാണ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും പുള്ളിക്കാർ ഭയങ്കര ന്യായീകരണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. റിയാക്ട് ചെയ്യേണ്ട വിട്ടുകള എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വന്നു. ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട്.
ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാവരും സേഫായിട്ട് ഇരിക്കണേ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ള ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് പൂർണ്ണ ബോധ്യമായി ഇനി അങ്ങോട്ട് എന്താണ് ഇത്രയും ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല. എന്താണെങ്കിലും ഈ ഫോളോവേഴ്സ് ആണല്ലോ പുള്ളിക്കാരി ഇത്രയും അധികം കൊണ്ട് എത്തിച്ചത്. അപ്പം ആ ഒരു ന്യായീകരണമായിട്ടാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആളുകൾ അതൊരു എന്താ പറയുക നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിക്ക് ആളുകൾ കാണുള്ളൂ. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, അതിനൊരു കുഴപ്പവുമില്ല. ബട്ട് അതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്കൊരു കണ്ടൻറ്റ് സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായങ്ങൾ വന്നേക്കാം. ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനല്ലേ കമൻറ്റ് ബോക്സ്. ആളുകൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനല്ലേ കമൻറ്റ് ബോക്സ്. നിങ്ങളെ അസഭ്യം പറയുകയോ വ്യക്തി എന്ന നിലയിൽ മോശം വാക്ക് ഉപയോഗിച്ച് വിഷമിപ്പിക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അവർക്കെതിരെ നിയമസഹായം തേടാം. അല്ലാത്ത പക്ഷം മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരെ അവഗണിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ ക്രിറ്റിസിസം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ക്രിറ്റിസിസം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഈ ഒരു ഇത് ചെയ്തതിനോട് ഇങ്ങനെ ഈ ബ്ലോഗ് ചെയ്തതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഒരാൾ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ട് നല്ലൊരു കമൻറ്റാണത്. കുറേ ആളുകൾ പറയാൻ ആഗ്രഹിച്ച കുറേ ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാക്ക് തന്നെയാണ് ആ ഒരു കമൻറ്റ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നിട്ട് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാനതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷം നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. പുള്ളിക്കാർ പറയുന്നത് എല്ലാ പാർട്ടിയിലും എനിക്ക് ആളുകളുണ്ട്. എന്താണ് തെറ്റ് പറ്റിപ്പോയി, സാഫ്രോൺ കളറാണ് എനിക്കിഷ്ടം, കാവി കളറാണ് എനിക്കിഷ്ടം എന്ന് അറിയാതെ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാരിഫിക്കേഷനായിട്ട് വന്നേക്കുന്നതാണ്. എന്താണെങ്കിലും പറഞ്ഞ വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ. അതെന്തായാലും സ്പ്രെഡായിപ്പോയി, അത് ഭയങ്കരമായിട്ട് വൈറലായിപ്പോയി. പുള്ളിക്കാർ ഡിലീറ്റ് ചെയ്താലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവരല്ല അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, വീഡിയോ ചെയ്യേണ്ടവരല്ല അത് വീഡിയോ ചെയ്തു. എന്തായാലും ഇപ്പോൾ പുകയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാർ എത്ര ന്യായീകരിച്ചിട്ട് വന്നാലും ആരും അത് ഇനി കുറച്ച് നാളത്തേക്ക് അതാരും വിശ്വസിക്കാനും പോകുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. എന്താ പറയുക, വേറൊരു ചൊല്ലുണ്ട്, അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, പബ്ലിക് പ്ലാറ്റ്ഫോം ആയിപ്പോയി, അതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ വാക്ക് അല്ലേ, വാക്ക് പറഞ്ഞു പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞു, പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പോസ്റ്റും നമ്മുടെ വീഡിയോസും നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ആ പറഞ്ഞ വാക്ക് അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, പല ആളുകളിലേക്കും അത് പോയി, പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു ഇതാണ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്ക് കണ്ടു നോക്കൂ. ഐ വാണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്
എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാനല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് മാറി, അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എഴുതാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷേ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത്, അതായത് ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഇങ്ങനെ രാവിലെ 5 മണിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഡാഡി ഇങ്ങനെ റെഡി ആയിട്ട് ബാഗൊക്കെ ആയിട്ട് പോവാണ്. നമ്മൾ ഷൂട്ടിൻ്റെ ഒരു സ്ഥലം വരെ പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോകാൻ. അപ്പോൾ ഡാഡി എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് പറഞ്ഞു, പോലെ നീ ഇനി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഇനി നിന്നെ എനിക്ക് രക്ഷിക്കാൻ എപ്പോഴും പറ്റില്ല. സ്കൂളിൽ ചെറിയ പ്രശ്നം വന്നാൽ വേണമെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി വന്ന് വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ ടീച്ചറിനോട് നിനക്ക് വേണ്ടി വന്ന് സംസാരിക്കാം. പക്ഷേ ഇനി നീ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നീ ഇനി വല്ല പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ അത് നീ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. എനിക്ക് അന്ന് ഡാഡി പറഞ്ഞത് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര മനസ്സിലായില്ല. പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന ഓരോ വാക്കിനും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഭയങ്കര വാല്യൂ ഉണ്ട്, ഭയങ്കര റിപ്പർക്കഷൻസ്. അതായത് അത് ചെയ്ത കുറേ കാര്യങ്ങൾ നടക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നൗ ആൻഡ് ഐ വിൽ ട്രൈ ടു ബി എ ബെറ്റർ ഹ്യൂമൻ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഐ സ്റ്റാൻഡ് വിത്ത് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് അവർ നേഷൻ, ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് ആൻഡ് our സ്റ്റേറ്റ്. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ സിബി മലയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും ഭയങ്കര വൈറലായി. സിബി മലയിൽ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എത്ര ഇതിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. ഇവള് ഇന്നലെ പൊട്ടിമുളച്ച ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹം എത്ര സിനിമകൾ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് പല രീതിക്കും പല ഇതിനാണ് പല ഭാഗത്തു നിന്നാണ് പുള്ളിക്കാരിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഇത് തെറ്റ് കണ്ടെത്തി അത് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. എന്താണെങ്കിലും ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോൾ എന്താണെങ്കിലും പോകാൻ പോകുന്നില്ല. ഇപ്പോൾ എന്തെല്ലാം നമ്മൾ തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ന്യായീകരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ പേളിമണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്രത്തോളം ഇത് പുറത്ത് വൈറലായി കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ന്യായീകരണം ആയിട്ട് വന്നിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും തെറ്റ് തിരുത്തി ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക് പോയി നമുക്ക് വീണ്ടും കാണാം.